ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്നത്തെ വിഷയം ചായ കുടിക്കലല്ല, ഈ ടീപ്പോയി എങ്ങനെയാണ് നിർമ്മിച്ചത് എന്നതിനെ കുറിച്ചാണ്. അപ്പോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടീപ്പോയി നിർമ്മിക്കാൻ ആവശ്യമായ ടയറുകളാണ് അതാ ഉരുണ്ടുരുണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ജീപ്പിന്റെ പഴയ ഒഴിവാക്കിയ ടയറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1, 2, 3 3 ടയർ ഉപയോഗിച്ചാണ് നമ്മൾ ടീപ്പോയി നിർമ്മിക്കാൻ പോകുന്നത്. ടയറുകളെ പരസ്പരം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് സിലിക്കോൺ ആണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. സിലിക്കോൺ നല്ല കട്ടിയിൽ ആദ്യത്തെ ടയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ടാമത്തെ ടയർ മുകളിൽ വെച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. ടയറുകൾ ഒന്നുകൂടെ സ്ട്രോങ് ആവാൻ വേണ്ടി ഡ്രൈവാൾ സ്ക്രൂ കൊണ്ട് ടയറിൻ്റെ 4 വശങ്ങളിൽ ഉൾഭാഗത്ത് ഡ്രൈവാൾ സ്ക്രൂ കൊടുത്ത് ഒന്നുകൂടെ ടയറുകളെ നമുക്ക് ഉറപ്പിക്കാം. വീണ്ടും ആദ്യം ചെയ്തതുപോലെ രണ്ടാമത്തെ ടയറിൻ്റെ മുകളിലും സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് മൂന്നാമത്തെ ടയർ ഒട്ടിച്ചു വെക്കുകയും അതുപോലെ തന്നെ ടയറുകൾക്കിടയിൽ ഡ്രൈവാൾ സ്ക്രൂ കൊണ്ട് സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുക കൂടി ചെയ്യണം. ശേഷം ന്യൂസ് പേപ്പർ കൊണ്ട് ടയറുകൾക്കിടയിലുള്ള ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ന്യൂസ് പേപ്പറിൽ പ്രത്യേകിച്ച് ഗമ്മ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സിലിക്കോൺ ഉള്ളിൽ ഉള്ളതും മുകളിൽ കോട്ടിങ്ങും വരുന്നതുകൊണ്ട് ഇളകി വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഇത് ചൂടിക്കയറാണ്. ഈ കയറ് കൊണ്ട് ടയറുകൾക്കിടയിൽ പേപ്പർ വെച്ചതിൻ്റെ മുകളിൽ ഒരു റൗണ്ട് കൂടെ നമുക്ക് ചുറ്റി കൊടുക്കാം. രണ്ട് ജോയിൻറ്റും നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി ടയറിൻ്റെ ഏറ്റവും അടിഭാഗത്തുള്ള ലൈന് നമ്മൾ സ്ക്രൂ കൊണ്ട് ഉറപ്പിക്കണം. അല്ലെങ്കിൽ ടയറിൽ മുഴുവനായിട്ട് ചൂടി ചുറ്റുന്ന സമയത്ത് താഴേക്ക് തെന്നിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു റൗണ്ട് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെവിക്കോൾ SH ചൂടിയിൽ തേച്ച് പിടിപ്പിച്ചുകൊണ്ട് നമുക്ക് ടയറിലേക്ക് ഈ ചൂടിയെ ഒട്ടിച്ചു കൊടുക്കാം. ടയറിൻ്റെ പുറംഭാഗം മുഴുവൻ ചൂടി കൊണ്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നമുക്ക് എമേഷൻ അടിക്കണം. ബ്ലാക്ക് വാട്ടർ ബേസ് എമേഷനാണ് ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു കോട്ട് അടിച്ച് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് ഒരു കോട്ട് കൂടെ അടിക്കേണ്ടതുണ്ട്. ആദ്യത്തെ കോട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചൂടിയിൽ പൊന്തി നിൽക്കുന്ന നാരുകൾ നമുക്ക് കത്തിച്ച് കളയണം. അതിനുശേഷമാണ് രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മുകളിലെ ടയറിൻ്റെ ഉൾവശം മുള ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്പുകൾ ഉപയോഗിച്ചോ നമുക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ശേഷം അതിലേക്ക് തുണികൾ അല്ലെങ്കിൽ ചാക്ക് അതുപോലെ വെയിറ്റ് ഇല്ലാത്ത എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ട് ആ ടയറിൻ്റെ ഉൾവശം മുഴുവനും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മുഴുവൻ ടൈലർമാരെ വേസ്റ്റ് തുണിയാണ് നിറച്ചിട്ടുള്ളത്. ശേഷം അതിൻ്റെ മുകളിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട് അതിനെ മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കാം. ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസിൻ്റെ ഉള്ളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്പോഞ്ചിൻ്റെ മണികളാണിത്. അത് ഫാൻസി ഷോപ്പുകളിലൊക്കെ ലഭിക്കും. അത് വാങ്ങി ഈ ടയറിൻ്റെ ഉൾവശം ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം ക്ലിയർ സിലിക്കോൺ എടുത്ത് ഈ ടയറിൻ്റെ മുകൾ വശം ഗ്ലാസ് വയ്ക്കാൻ കണക്കാക്കിയിട്ട് സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ വാങ്ങിയിട്ടുള്ള റൗണ്ട് ഗ്ലാസ് ഈ ടയറിൻ്റെ മേലെ സിലിക്കോണിൻ്റെ മുകളിലായി വെച്ച് വശങ്ങളിലേക്കൊന്നും കൂടുതൽ നീങ്ങാത്ത രീതിയിൽ വൃത്തിയായി ഒട്ടിച്ചു കൊടുക്കുക. മെറ്റാലിക് ഗോൾഡ് കുറച്ച് തുണിയിലാക്കിയിട്ട് അല്ലെങ്കിൽ പഴയ റോളറിലാക്കിയിട്ട് ടയറിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ചൂടിയുടെ മുകൾ വശത്തു കൂടി വാഷ് ചെയ്ത് കൊടുക്കുക. ഇതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷായി നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് പോവുകയാണ്.